നമസ്കാരം. ഇന്ന് പുതുവർഷ പുലരിയാകുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ നേരുന്നു. ഈ വർഷം ഏവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സൂര്യോദയത്തോടെ ചിങ്ങം രാശിയിലെ ആദ്യ സൂര്യോദയമാകുന്നു. അതായത് 1200 ആണ്ടിലെ ആദ്യ സൂര്യോദയമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ദിവസമാകുന്നു. ശനിയാഴ്ചയാണ് ചിങ്ങം 1 വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കും എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ ഇന്നേ ദിവസം ഏവർക്കും പ്രകടം ആകുന്നതുമാണ്. എല്ലാ വീടുകളിലും ഈ സൂചനകൾ ഒരുപക്ഷെ ലഭിക്കണം എന്നില്ല. ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്നതായ വീടുകളിൽ മാത്രം ലഭിക്കുന്ന സൂചനകളാകുന്നു. അതിനാൽ തന്നെ ഈ സൂചനകൾ ലഭിച്ചില്ല എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് മോശമാകും എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. വരും ദിവസങ്ങളിൽ ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും ശുഭകരമായ ആ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൂക്കൾ ധാരാളമായി വിടരുന്നു. ആ വീടുകളിൽ ഇന്നേ ദിവസം പൂക്കൾ ധാരാളമായി വിടരുന്നതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില ചെടികൾ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പൂവിടുന്നതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. തുമ്പ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിടരുന്നതും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഇന്നേ ദിവസം ധാരാളമായി വിടരുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം നീല ശംഖുപുഷ്പം ധാരാളമായി വിടരുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ തന്നെ ധാരാളം ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ അത് പകലോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ചിത്രശലഭങ്ങളെ കാണുന്നതും ശുഭകരമാകുന്നു. ഇനി അഥവാ മന്ത്രങ്ങൾ ജപിക്കുന്ന അവസരത്തിലോ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ചിത്രശലഭത്തെ കാണുന്നതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ചെറുകിളികൾ, അണ്ണാൻ എന്നിവയുടെ സാന്നിധ്യം ഇന്നേ ദിവസം വീടുകളിൽ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചെറുകിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നത് സർവ ഈശ്വരപ്രദമാകുന്നു. ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിലാണ് ചെറുകിളികൾ, കുരുവികൾ ധാരാളമായി വരിക. അതിനാൽ തന്നെ ഇന്നേ ദിവസം രാവിലെ ഇപ്രകാരം കുരുവികളുടെ ശബ്ദം കേട്ടുകൊണ്ട് എണീക്കുവാൻ സാധിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം കീരിയെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നതായ ആ ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. അത് വടക്ക് കിഴക്കാണ്. വടക്ക് കിഴക്കായി ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്രകാരം സംഭവിക്കുന്നത് ഈശ്വരാധീനം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചതിനാലാണ്. ഈ വർഷം ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാണ് എന്ന കാര്യവും ഓർക്കുക. ഉപ്പന്റെ സാന്നിധ്യം ഇന്നേ ദിവസം വീടുകളിൽ ഉണ്ടാകുന്നതും ശുഭകരമായ ലക്ഷണമാകുന്നു. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പനെ കാണുകയോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം നിലവിളക്കിന്റെ അടുത്തായി പല്ലിയെ കാണുന്നതും തുളസിയുടെ അടുത്തായി പല്ലിയെ കാണുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. ഇങ്ങനെ കാണുന്നതിലൂടെ ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷമുണ്ട്, മഹാലക്ഷ്മി ദേവി പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഈ വർഷത്തിൽ തന്നെ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. കറുത്ത ഉറുമ്പുകൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുന്നതും പ്രത്യേകിച്ചും അവ വരിയായി വീടുകളിലേക്ക് പ്രവേശിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും അർത്ഥമാക്കാം. പാല് തിളച്ചു പോകുന്നത്
ശുഭകരമായ ലക്ഷണമാകുന്നു. ഇന്നേ ദിവസം പാല് തിളച്ചു പോകുന്നത് ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ കാണുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസം വീടുകളിൽ പാല് തിളച്ചു പോകുന്നത് പോലും വളരെ ശുഭകരമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഇപ്രകാരം സംഭവിച്ചാൽ മാത്രമാണ് അത് ശുഭകരമായി കണക്കാക്കൂ. ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വീടുകളിൽ ആഹാരം തയ്യാറാക്കുകയും എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തും വിധം ആ ആഹാരത്തിന് പതിവിലും ഇരട്ടിയായി സ്വാദുണ്ടാകുന്നതും അതീവ ശുഭകരമായ ലക്ഷണമാണ്. കൂടാതെ ഇന്നേ ദിവസം തയ്യാറാക്കിയ ആഹാരം അത് കൃത്യമായ അളവിലായിരിക്കും. ഒരിക്കലും അത് പാഴാകില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ സംഭവിക്കുന്നതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സമ്മാനങ്ങൾ ലഭിക്കുന്നത് അത് ശുഭകരമായ ലക്ഷണമാകുന്നു. പുതുവസ്ത്രങ്ങൾ ഇന്നേ ദിവസം ലഭിക്കുന്നതും അതേപോലെ തന്നെ ഇന്നേ ദിവസം മധുരം, മറ്റ് സന്തോഷം നിങ്ങൾക്ക് നൽകുന്നതായ വസ്തുക്കൾ നിങ്ങളുടെ കൈകളിലേക്ക് ഇന്നേ ദിവസം വന്ന് ചേരുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും അവ നിങ്ങളിൽ നിന്നും കൈമോശം വന്ന് പോകുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്കിലെ നാളത്തിന് പതിവിലും ഇരട്ടിയായി തന്നെ സ്വർണപ്രഭ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലായിരിക്കും നിങ്ങൾ ദർശിക്കുക. ഇങ്ങനെ കാണുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ആ വീടുകളിൽ ഇന്നേ ദിവസം സന്തോഷം ഇരട്ടിക്കുന്നതാകുന്നു. എന്തെന്നില്ലാത്ത സന്തോഷവും അതേപോലെ തന്നെ ആശ്വാസവും ലഭിക്കുന്നതാകുന്നു. മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളും ഇന്നേ ദിവസം മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിരിക്കും. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതും കൂടാതെ പ്രതിഷ്ഠയെ നോക്കി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നതും ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ലയിച്ചു പോകുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. രോമാഞ്ചം അനുഭവപ്പെടുന്നതും കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രനടയിൽ നിൽക്കുന്നതായ അവസരത്തിൽ ഒരു ഇളം കാറ്റ് നിങ്ങളെ തട്ടിപ്പോകുന്നതും അതീവ ശുഭകരമായ ലക്ഷണമാകുന്നു. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ പേര് അവിടെ വിളിക്കുന്നതായി കേൾക്കുന്നതും ശുഭകരമാകുന്നു. കുട്ടികൾ ഇന്നേ ദിവസം നിങ്ങളെ നോക്കി ചിരിക്കുന്നതും പരിചയമില്ലാത്ത കുട്ടികൾ പോലും നിങ്ങളുടെ കൈകളിൽ വന്ന് പിടിക്കുന്നതും അവർ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും പതിവിലും വിപരീതമായി നിങ്ങൾക്ക് പ്രസാദത്തിൽ ശംഖുപുഷ്പം അതേപോലെ കൂവളയില ലഭിക്കുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം അവിചാരിതമായി പണം ലഭിക്കുന്നതും ചിത്രങ്ങൾ അഥവാ ദേവതാ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമാകുന്നു. ഈ വർഷം ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നേ ദിവസം കാണുന്നതായ അശുഭകരമായ ചില ലക്ഷണങ്ങളുമുണ്ട്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ദോഷകരമായ സമയത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം എന്തെങ്കിലും കയ്യിൽ നിന്നും വീണ് ഉടയുന്നതായി നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അഥവാ അത്തരത്തിലൊരു കാര്യം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് അത്ര ശുഭമല്ല എന്ന കാര്യം ഓർക്കുക. വരാൻ പോകുന്ന ചില ദുർഘടമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പൊട്ടിത്തെറിക്കുന്നതായ ശബ്ദം കേൾക്കുന്നതും വസ്ത്രം കീറുകയോ അല്ലെങ്കിൽ ഇന്നേ ദിവസം വസ്ത്രത്തിന് തീ പിടിക്കുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. അശുഭകരമായ വാർത്തകൾ കേൾക്കുന്നതും ഇന്നേ ദിവസം അത്ര ശുഭകരമായ കാര്യമല്ല. പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും ഇന്നേ ദിവസം നഷ്ടപ്പെടുന്നതും മനസ്സിന് എന്തെന്നില്ലാത്ത ടെൻഷൻ അനുഭവപ്പെടുന്നതും ഇന്നേ ദിവസം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ സംഭവിച്ചാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും വഴിപാടായി നടത്തുന്നത് ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്തവും രക്തപുഷ്പാഞ്ജലിയും നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും അതോടൊപ്പം തുളസിമാല കൂടി ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക.
സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിത്യവും ആരാധിക്കുക.